പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലയേറിയ സാവകാശത്തോ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും, നമ്മളെ പരിപാലിക്കും. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. നാം വായിച്ചു തുടങ്ങിയ അതേ ഭാഗം ഇതാണ്. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ആമേൻ. നമ്മളെ പല കാര്യങ്ങൾ ചിന്തിക്കുണ്ടായി. എപ്പോൾ നാം ഉണരണം, നാം എന്ത് ധരിക്കണം, നാം എങ്ങനെ നടക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെ നമുക്ക് വായിക്കാം. മാത്യു ചാപ്റ്റർ 13 വേഴ്സസ് 24 to 26. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ആമേൻ. അനുഗ്രഹീതമായ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനു മുമ്പ് കർത്താവ് പല കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടാണ് ഈ ഭാഗത്തേക്ക് തിരിയുന്നത്. 13-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലിനരികെ ഇരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവുകൾ വന്ന് തിന്നുകളഞ്ഞു. ചില പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യനുദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലതും നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. പലതവണ നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ വിത്ത് വിതച്ചതായ ആ ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഫലകരമായില്ല എന്നും അവിടെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ചിലത് മാത്രമേ ഫലകരമായി വളരുവാൻ ഇടയായുള്ളൂ. ചിലത് വളരുവാൻ തന്നെ ഇടയായില്ല, മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു. ചിലത് മുളച്ചു വന്നപ്പോൾ പല പ്രതികൂലങ്ങൾ കന്ന് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ചിലത് മുളച്ചു വന്നു, വളർന്നു, അപ്പോൾ തന്നെയും പ്രതികൂലങ്ങളിൽ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അത് നഷ്ടപ്പെട്ടു പോയി. നാലാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടത്. അത് 100, 60, 30 മേനി വിള നൽകുവാൻ തക്കവണ്ണം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ ഉപമയാണ് ഇന്ന് നമ്മൾ വായിച്ചത്. സ്തോത്രം. അപ്പോൾ ഏറിയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ച് കർത്താവ് സംസാരിച്ചു. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കും. പലതും കണ്ടിട്ടും കാണാതിരിക്കുന്നവർ, പലതും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നവർ. എന്തുകൊണ്ടാണത്? അത് മനഃപൂർവ്വമാണ്. ആമേൻ. അത് അറിയാതെ പറ്റുന്നതല്ല. അത് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അവർ വില്ലിംഗ്ലി ഇഗ്നറൻ്റ് ആണെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ കാണുന്നുണ്ട്, ഏറ്റെടുക്കാൻ തയ്യാറല്ല. കർത്താവിൻ്റെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ലളിതമായ സുവിശേഷം, ലളിതമായ വേദപഠന ക്ലാസുകൾ, അല്ലെങ്കിൽ ലളിതമായി കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ദൈവത്തിൻ്റെ പ്രമാണത്തെ, ദൈവത്തിൻ്റെ വ്യവസ്ഥയെ ആധാരമാക്കി തന്നെയായിരുന്നു. എന്നാൽ ദൈവവ്യവസ്ഥയെ വളച്ചും തിരിച്ചും ഓടിച്ച് പ്രമാണത്തെ തെറ്റിച്ച് മറ്റു പല
രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അന്ന് കർത്താവിനെ വിരോധിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിനും ഇത് ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയും അവരുടെ ലാഭേച്ഛകളെയും അവരുടെ സുഖലോലുപതയെയും അവരുടെ കംഫർട്ട് സോണിനെ ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു കർത്താവ് പഠിപ്പിച്ചത്. ഈ പഠിപ്പിക്കലുകളൊക്കെ കേട്ടിട്ടാണ് കർത്താവിനെ പലരും വിപ്ലവകാരിയായിരുന്നു എന്നതിനെ ചിത്രീകരിക്കുവാൻ ഇടയായിത്തീർന്നത്. വളരെയധികം താഴെ തട്ടിൽ നിന്ന് തന്നെ സമൂലമായ ഒരു പരിവർത്തനം കൊണ്ടുവരുവാൻ, ഒരു മാറ്റമുണ്ടാകുവാൻ ആഗ്രഹിച്ചാണ് കർത്താവ് ഇതൊക്കെ പഠിപ്പിച്ചത്. പക്ഷേ എല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറല്ല, എല്ലാവരും കേൾക്കാൻ തയ്യാറല്ല, എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം പലരുടെയും ചിന്താഗതികൾ പലതാണ്, പലരുടെയും ആറ്റിറ്റ്യൂഡ് പലതാണ്, പലരുടെയും ആഗ്രഹം പലതാണ്, പലരുടെയും ഉദ്ദേശം പലതാണ്. ആമേൻ. ഇന്നും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അനേക ആയിരങ്ങളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ. ചിലർ രോഗസൗഖ്യത്തിനായിട്ടായിരിക്കാം, ചിലർ വിടുതലിന് വേണ്ടിയായിരിക്കാം, ചിലർ സമാധാനത്തിന് വേണ്ടിയായിരിക്കാം, തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടി. ലാഭേച്ഛ ഒരുപക്ഷെ ഇല്ലായിരിക്കാം പലർക്കും, എങ്കിൽ തന്നെയും താൽക്കാലികമായ കാര്യസാധ്യത്തിനു വേണ്ടി കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരും കർത്താവിനെ പിൻപറ്റുന്നവരുമായ ഒരുപാട് ആളുകളെ സമൂഹത്തിൽ അന്നും ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. മാർമികമായ കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഏറ്റവും അത്യന്താപേക്ഷിതമായ, ജീവിതത്തിന് ഏറ്റവും അധികം പ്രാധാന്യമേറിയതും ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തമായ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുവാൻ പലർക്കും കഴിയുന്നില്ല. അവരതിൻ്റെ ഉപരിപ്ലവമായിരിക്കുന്ന ആ ലെവലിൽ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിനകത്തിലെ അക്ഷരികമായ പലതും അതിൻ്റെ അർത്ഥം എടുത്തിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ കടന്നു പോകുന്നു. അവരുടെ ജീവിതത്തിൽ അതൊരിക്കലും പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നില്ല. ഇന്ന് തന്നെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയോ നാളുകളായി ഈ വചനം കേൾക്കുന്നവരല്ലേ? അനേക നാളുകളായി വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരല്ലേ? അനേക നാളുകളായി നിങ്ങൾ കർത്താവിനോട് വളരെയധികം മുട്ടിപ്പായിട്ട് യാചിച്ച് കണ്ണുനീരോട് അഭയാചന കഴിക്കുന്നവരല്ലേ? എന്നിട്ടും എന്തേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയാത്തത്? ലോകത്തിലെ എല്ലാം തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, വാക്ക് പറയുന്നില്ല. എനിക്കും കിട്ടിയിട്ടില്ല, നിങ്ങൾക്കും കിട്ടാൻ സാധ്യതയൊന്നുമില്ല. ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തരാമെന്ന് കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല. ആമേൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കുന്നവരാണോ, ഭാരം നോക്കുന്നവരാണോ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുന്നു. അവന് വെളിച്ചത്തിൽ നടക്കുന്നു. കർത്താവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും മോചിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപക്ഷമ വേണമോ? സമാധാനം വേണമോ? കുറ്റബോധം മാറിക്കിട്ടണമോ? ജീവിതത്തിൽ സ്വസ്ഥത വേണമോ? ജീവിതത്തിൽ ഒന്ന് കണ്ണു അടച്ച് എല്ലാം മറന്ന് ഒന്ന് ഉറങ്ങാൻ കഴിയണമോ? ആമേൻ. ഞാൻ ഈ രാത്രി പറയട്ടെ, സന്ധ്യാസമയം പറയട്ടെ, പ്രിയരെ, നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കൂ. യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കാളിയായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമായി, നിങ്ങളുടെ നല്ല ഉത്തമ കൂട്ടുകാരനായി, ഉത്തമ സുഹൃത്തായി നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കൂ. നിങ്ങൾക്ക് എല്ലാം മറന്ന്, പരിമിതികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനയുണ്ട്, കഷ്ടമുണ്ട്, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ആമേൻ, കുടുംബപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഉറങ്ങുവാൻ കഴിയുന്നു, ഇരിക്കുവാൻ കഴിയുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ ആശ്രയം മുഴുവൻ ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുക. അതാ കർത്താവിൻ്റെ യേശു. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്,
മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരു ദൈവത്തിലും രക്ഷയില്ല, മറ്റൊരു ദേവനിലും രക്ഷയില്ല, മറ്റൊരു ശക്തിയിലും രക്ഷയില്ല. മറ്റെവിടെ രക്ഷയുള്ളത്? ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ കർത്താവ് യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഒരേ ഒരു നാമം, ആ നാമത്തിലാണ് സകലതും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഈ നല്ല യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിത പങ്കാളിയായി അംഗീകരിക്കാൻ ഇനിയും ബാക്കിയാണെങ്കിൽ, നിങ്ങൾ അമാന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ സന്ധ്യാസമയം ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയട്ടെ, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കൂ. എന്നിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കൂ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമില്ല, ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയത്തില്ല. പക്ഷേ സകല പ്രതികൂലങ്ങളിലെയും പ്രതിസന്ധികളിലെയും പ്രശ്നങ്ങളിലെയും കോളിളക്കങ്ങളിലെയും ആമേൻ കൊടുങ്കാറ്റുകളിലെയും തിരമാലകളിലെയും ആമേൻ അന്ധകാരത്തിൻ്റെ വീഴ്പ്പുമുട്ടലുകളിലെയും മനോവേദനകളിലെയും ഞരക്കത്തിൻ്റെയും ആ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരുവനുണ്ട്, നിങ്ങളെ സമാധാനിപ്പാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിൽ ഈ സന്ധ്യാസമയം നമുക്ക് ആശ്രയിക്കാൻ പ്രിയപ്പെട്ടവർ. കർത്താവ്, നീ എന്തിനാ എപ്പോഴും ഈ മർമ്മങ്ങൾ ഇങ്ങനെ ഉപമകളിലൂടെ മാത്രം പറയുന്നത്? അപ്പോൾ കർത്താവരോട് പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആമേൻ. യു ആർ പ്രിവിലേജ്ഡ് പീപ്പിൾ. നിങ്ങൾക്ക് ആ ഒരു വരം, ആ ഒരു ഗിഫ്റ്റ്, യു ആർ ഗിഫ്റ്റഡ് വിത്ത് ദാറ്റ് ബ്ലെസ്സിങ്സ്. എന്താ ബ്ലെസ്സിങ്സ്? സ്വർഗരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം ഭരിക്കുന്ന, ദൈവത്തിൻ്റെ അധികാരമുള്ള, ദൈവത്തിൻ്റെ ആമേൻ സമസ്തമായ സർവാധികാരവുമുള്ളതായ സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇനി വരുവാനിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ ഉദ്ദേശം, അത് മർമ്മങ്ങളായി അറിയുവാനുള്ള ഒരു പ്രത്യേക വരം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ആർക്ക്? കേട്ടിട്ട് ഗ്രഹിക്കാത്തവർക്ക്, കണ്ടിട്ടും കാണാത്തവരെ പോലെ മനസ്സിനെ കഠിനപ്പെടുത്തി ജീവിക്കുന്നവർക്ക് അവർക്കത് ലഭിച്ചിട്ടില്ല. ആമേൻ. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളത് കൂടി എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ആമേൻ. ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ തിരുവായ് മൊഴികളാണ്. ആമേൻ. അത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരും. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും അനുഭവിക്കാത്ത സ്വർഗീയ സന്തോഷവും സമാധാനം കൊണ്ട് നിറയും. ഈ ഭൂമിയിൽ നിങ്ങളെ ആയുസ് അവസാനിക്കുന്നവരെ നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് പിന്നീട് സങ്കടപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കൽ കൂടി ഞാൻ ആ കാര്യം എടുത്തു പറയുക. ഈ ഭൂമിയിലെല്ലാം തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഓരോടൊന്നും താൻ ആ വാഗ്ദത്തം കൊടുത്തിട്ടില്ല. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യപുത്രന് തല ചായ്പാൻ പോലും സ്ഥലമില്ല. ആമേൻ. പക്ഷേ ആർക്കും കൊടുക്കാത്തതൊന്ന്, ആർക്കും ലഭിക്കാത്തതൊന്ന്, മറ്റാരും ആഗ്രഹിച്ചാലും അവർക്ക് ലഭ്യമാകാത്ത ഒന്ന്, ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത, ലോകത്തിന് നൽകാൻ കഴിയാത്ത, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം അവർക്ക് കൊടുത്തിട്ട് കർത്താവ്. യോഹന്നാൻ 14:27 കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകത്തിന് തരുവാൻ കഴിയുകയില്ല, ഈ ലോകത്തിന് അത് എടുത്തു കളയാൻ കഴിയുകയില്ല. ഈ ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത, ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ ദൈവം സഹായിക്കും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ഈ നല്ല യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുമ്പോൾ. അപ്പം നമുക്ക് ഇന്നത്തെ ആ ഭാഗത്തേക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ 24-ാം വാക്യം നമ്മൾ വായിച്ചത്, മനുഷ്യർ ഉറങ്ങുമ്പോൾ, 25-ാം വാക്യം മാത്യു 13:25, മത്തായിയുടെ സുവിശേഷം 13:25. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇളയിൽ കള വിതച്ച് പോയി കളഞ്ഞു. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. വഴിയരികെ വിതയ്ക്കപ്പെട്ട വിത്ത്, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത്, അല്ലെങ്കിൽ മുള്ളിനിടയിൽ വീണതായ വിത്ത്, നല്ല സ്ഥലത്ത് വീണതായ വിത്ത്. വഴിയരികെ വിതയ്ക്കപ്പെട്ടത് ആമേൻ
രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിച്ചില്ല. ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അതാണ് പറവജാതികൾ വന്ന് വഴിയരികെ വീണ് കിടന്ന വിത്തിനെ മുളയ്ക്കാൻ അനുവദിക്കാതെ കൊത്തിക്കൊണ്ടു പോകുന്നു. രണ്ടാമത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് വചനം കേട്ടു, സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. എങ്കിലും മുളച്ചിങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ വേര് ഇറങ്ങുവാൻ കഴിയുന്നില്ല. കാരണം പാറപ്പുറത്ത് അധികം മണ്ണില്ല, ആഴമില്ല. അതെന്താണ് ഇവിടെ പറയുന്നത്? വേരില്ലാതിരിക്കുമ്പോൾ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു, വചനം നഷ്ടപ്പെട്ടു പോകുന്നു, വളർച്ച മുരടിച്ചു പോകുന്നു. മൂന്നാമത്തെ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതാണ്. അത് വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, അല്ലെങ്കിൽ മറ്റ് ജഡീക മോഹങ്ങൾ, താല്പര്യങ്ങൾ, ജീവിതത്തിൻ്റെ പല ഉല്ലാസത്തിൻ്റെതായ കാര്യങ്ങൾ, ഇതൊക്കെ വചനത്തെ ഞെരുക്കിയിട്ട് മുള്ള് ഞെരുക്കുന്നത് പോലെ, മുൾപ്പടർപ്പ് ഞെരുക്കി കളയുന്നത് പോലെ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഈ നല്ല വചനം കിളിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അതിനെ ഞെരുക്കി അതിനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയുന്നു. ആമേൻ. നിഷ്ഫലനായി നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളയും 100, 60, 30 മേനി വിളവ് നൽകും. ആ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് 24-ാം വാക്യത്തിൽ കർത്താവ് മറ്റൊരു ഉപമ ഇതിനോട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട്, ലിങ്ക്ഡ് ആയിട്ട് പറയുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു, യോഗ്യമാക്കി, വെള്ളവും പാകത്തിന് വളവും എല്ലാം അഡ്വാൻസ് ആയിട്ട് എല്ലാം ഇട്ട് വളരെ പാകപ്പെടുത്തി വളരെ നല്ല ഒരു പരുവമാക്കിയിട്ട് നല്ല വിത്ത് വിതച്ചു. അപ്പോൾ ഇത് വഴിയരികയല്ല, ഇത് പാറപ്പുറത്തല്ല, ഇത് മുള്ളിനിടയിലുമല്ല വീണത്. ഇതെവിടെയാണ് വീണത്? നല്ല നിലത്ത് തന്നെ വീണു. നല്ല നിലത്ത് വിത്ത് വീണാലുള്ള ഗുണം നമ്മൾ കണ്ടതാണ്. അത് കിളിക്കുവാൻ തുടങ്ങും. അതിനെ ആരും ശല്യം ചെയ്യത്തില്ല, അതിന് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല. അത് കിളുത്ത് മുമ്പോട്ട് വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഇതാരും അറിഞ്ഞില്ല. കാരണം ഇത് എപ്പോഴാണ് നടന്നതെന്നറിയാമോ? ഇത് ഉറങ്ങുമ്പോഴാണ്. ആത്മീക ജീവിതത്തിൽ മന്ദത, ആത്മീക ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, ഉറങ്ങുന്നവർ, ആമേൻ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് തളർന്ന് അവൻ വളരെ ക്ഷീണിതരായി ഇരിക്കുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കാൻ ദൈവമുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിനായി കാത്തിരിക്കണം. നമ്മൾ ദൈവത്തോടുള്ള ബന്ധം പുതുക്കണം. നമ്മൾ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലണം. അപ്പോൾ നമ്മളെ ഉറക്കത്തിൻ്റെ നിദ്രാക്ഷീണത്തിൽ നിന്നും, മറ്റ് തളർച്ചകളിൽ നിന്നും, ആലസ്യത്തിൽ നിന്നും, മടിയിൽ നിന്നും എല്ലാം ദൈവം നമ്മെ ഉണർത്തുവാൻ ഇടയായിത്തീരും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ നേരത്തെ ചിന്തിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ ഈ ഭാഗത്തോട് ബന്ധപ്പെടുത്തി ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് നോക്കണമേ, ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി. ഇത് ഒരു വല്ലാത്ത ചതിവായിപ്പോയി. കളയും വിത്തും അവിടെ ഉണ്ട്. കള ആരുടെ വകയാ? ശത്രുവിൻ്റെ വക. അപ്പോൾ ഇത് കിളിച്ചു വന്നു. കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. എത്ര നമ്മൾ ഒളിച്ചു വെച്ചാലും, എത്ര നമ്മൾ മറച്ചു വെച്ചാലും, എത്ര നമ്മൾ മൂടി വെച്ചാലും, ആമേൻ, അത് വെളിച്ചത്ത് വരും, അല്ലേ? അത് വെളിവായി വരും. ആമേൻ. നമ്മുടെ സ്വഭാവത്തിലോ, നമ്മുടെ സംസാരത്തിലോ, നമ്മുടെ ചിന്തകളിലോ, നമ്മുടെ പ്രവർത്തന മേഖലകളിലോ, ശുശ്രൂഷയിലോ, ജോലിയിലോ, കുടുംബജീവിതത്തിലോ, വ്യക്തിജീവിതത്തിലോ, ഇടപാടുകളിലോ, ബിസിനസ്സിലോ, മറ്റുള്ളവരുമായിരിക്കുന്ന ഇടപാടുകളിലോ, കൊടുക്കൽ വാങ്ങലുകളിലോ, സാമ്പത്തിക കാര്യങ്ങളിലോ, എന്തുമാകട്ടെ, എവിടെയും ആകട്ടെ, നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരും, വന്നേ മതിയാകൂ. സ്തോത്രം. ഒരുപാട് നാൾ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരുപാട് നാൾ നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കർത്താവിന് മുമ്പിൽ നമുക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. അത് വേറെ വിഷയം. ആമേൻ. എത്ര നാൾ എത്ര പേരെ ചതിക്കാൻ പറ്റും? കുറേ നാൾ ചതിച്ച്
എത്രയോ പിടിച്ചു പറയും, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വഞ്ചനയും കാപട്യവും അനാശാസ്ത്ര പ്രവർത്തനങ്ങളും കൈക്കൂലി വാങ്ങലും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതും ബാങ്ക് നടത്തി കൊള്ളയടിക്കുന്നതും ലക്ഷങ്ങളും കോടികളും ഒക്കെ അടിച്ചു മാറ്റുന്നതും കള്ള റെക്കോർഡ് ഉണ്ടാക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഇത് പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കും, പക്ഷെ എന്തെങ്കിലുമില്ല ഇത് പിടിക്കപ്പെടും. ആമേൻ. അപ്പോൾ നോക്കണമേ, ഇവിടെ ഈ കള വിതച്ച് പോയി കളഞ്ഞു. ഇതെപ്പോഴാണ് ചെയ്തതെന്നറിയാമോ? മനുഷ്യർ ഉറങ്ങുമ്പോൾ. അതാണ് നമ്മുടെ വിഷയം. ആമേൻ. മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ച് പോയി കളയുന്നു. അപ്പോൾ മനുഷ്യരുടെ നിലമെല്ലാം ഒരുക്കിയിട്ടിട്ട് ഉറങ്ങാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടുണ്ട്, ഉറങ്ങാം. എന്നാൽ നാം ആത്മീക ജീവിതത്തിൻ്റെ ഉറക്കത്തോട് ഇത് ബന്ധപ്പെടുത്തുമ്പോൾ ആത്മീക ജീവിതത്തിൽ നാം ഉറങ്ങാൻ പാടില്ലെന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ഉറങ്ങുന്നവരെ ഉണരുവീൻ, നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീൻ, എന്ന ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. റോമാലേഖനം 13 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, രാത്രി കഴിവാറായി, ഇത് പകലാണ്, ഇത് വെളിച്ചമാണ്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാ, നിങ്ങൾ പകലിൻ്റെ മക്കളാ. നിങ്ങളതുകൊണ്ട് ഇരുട്ടിൻ്റെ ആയുധവർഗം, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ, ഇരുട്ടുമായി ബന്ധപ്പെട്ട് അന്ധകാരവുമായി ബന്ധപ്പെട്ട് whatever is related to darkness, whatever is related to satanic influences in your life, leave everything, എല്ലാം വിട്ടുകളാ, എല്ലാം ഉപേക്ഷിക്കുക. ആമേൻ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ നോക്കണമേ, ഇവിടെ ഇത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തി എന്നാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എന്തുകൊണ്ട് പാഴും ശൂന്യമായിരുന്നു? ഭൂമിയുടെ ആഴത്തിന്മേൽ ഇരുൾ വ്യാപരിച്ചു കിടന്നു. ഇരുട്ട്. ടോട്ടലി ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് ബൈ ഡാർക്ക്നെസ്. എന്നാൽ ആ ഇരുളിൻ മീതെ, ആ ആഴത്തിന്മീതെ, ആ അന്ധകാരം വ്യാപിച്ചു കിടന്ന ആ ഒരു പ്രതലത്തിന്മീതെ നാം വായിക്കുന്ന മറ്റൊരു സന്തോഷകരമായ സത്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. അവിടെ അതുകൊണ്ടാണ് ദൈവം ആദ്യമായിട്ട് സൃഷ്ടിപ്പ് നടത്തി. എന്താണെന്നറിയാമോ? വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് ദെയർ ബി ലൈറ്റ്. അങ്ങനെ വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇരുളെവിടെ പോയി? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വെളിച്ചമായിരുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ലായിരുന്നു. വെളിച്ചം വരുമ്പോഴേക്ക് ഇരുട്ട് ഓടിപ്പോകും. എവിടെ പോയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉറക്കത്തോട് ബന്ധപ്പെട്ടത് അന്ധകാരമാണ്, അന്ധകാരത്തോട് ബന്ധപ്പെട്ടത് പിശാചാണ്. ഇപ്പോൾ ഉറക്കമെന്ന് പറയുമ്പോൾ തന്നെ പൈശാചികമായ അന്ധകാരത്തിന് ബന്ധപ്പെട്ടതായ ചില പ്രവൃത്തികൾ, ചില സ്വഭാവവിശേഷങ്ങൾ, ചില താല്പര്യങ്ങൾ, ചില ഇച്ഛകൾ, ചില ആഗ്രഹങ്ങൾ, ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം നമ്മെ ആത്മീകമായിട്ട് ഉറക്കുന്നത്. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളെ തളർത്തുന്നത്. ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് പള്ളിയിൽ മാത്രം കിട്ടുന്ന കാര്യമാണോ? ഇത് ചർച്ചുകളിലോ ദേവാലയങ്ങളിലോ, ഇത് മന്ദിറുകളിലോ മസ്ജിദുകളിലോ ഗുരുദ്വാരകളിലോ അങ്ങനെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രം കിട്ടുന്ന കാര്യമാണോ ഇത്? തീർത്ഥാടന കേന്ദ്രങ്ങളിലോ കുരിശുമൂട്ടുകളിലോ ഒക്കെയാണോ ഇത് കിട്ടുന്നത്? ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രാണനെയും ആത്മാവിനെയും മജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ജീവനുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ചൈതന്യമായിരിക്കുന്ന ഈ വചനം നിങ്ങളുടെ കരങ്ങളിൽ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന മൊബൈലുകളിൽ, അത് കമ്പ്യൂട്ടർ ആകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, പിന്നെ ഐഫോൺ ആകട്ടെ, ഐപാഡ് ആകട്ടെ, ടാബ്ലറ്റ് ആകട്ടെ, മൊബൈലാകട്ടെ, എന്തുമാകട്ടെ,
ഇന്ന് ലോകമെല്ലായിടും സുലഭമായി ഇത് ലഭ്യമാണ്, അവൈലബിളാണ്. അപ്പം എനിക്ക് കൂട്ടായ്മ പോകാഞ്ഞുകൊണ്ട് എനിക്ക് ബലപ്പെടാൻ കഴിഞ്ഞില്ല, ആരാധന ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ബലപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് ഇത് വായിച്ച് ബലപ്പെടുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഞാൻ എൻ്റെ സബ്ജക്റ്റ് വിട്ടു പോകുന്നു, സബ്ജക്റ്റിലേക്ക് പോകട്ടെ. സ്തോത്രം. അപ്പം സേട്ടന് അല്ലെങ്കിൽ പിശാചിന് നന്നായിട്ട് അറിയാം നമ്മൾ ചെയ്യുന്ന പരിപാടികളെല്ലാം നന്നായിട്ട് പിശാചിന് അറിയാം. നാം എത്രത്തോളം ബലമുള്ളവരാണെന്നും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരാണെന്നും എവിടെയാണ് നാം പരാജയപ്പെടുന്നതെന്നും എവിടെ നമ്മൾ വീണ് പോകുന്നതെന്നും എല്ലാം നല്ല എൻ്റെ സൂത്രപ്പണികൾ മൊത്തം പിശാചിനറിയാം. ആമേൻ. എന്താ പകലിങ്ങും വന്ന് വിതയ്ക്കാഞ്ഞ്? ശത്രുവിന് പകലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. പകൽ വരത്തില്ല. രാത്രിയുടെ മറവിൽ, അന്ധകാരത്തിൻ്റെ മറവിൽ പലതും ചെയ്യുവാൻ പിശാച് നമ്മെ പ്രോത്സാഹിപ്പിക്കും. പല ചക്കരവാക്കുകൾ പറഞ്ഞുകൊണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ അടുത്ത് വരും. ആമേൻ. പിശാചിനെ നിങ്ങൾ ഇടം കൊടുക്കരുതെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പോൾ നല്ല വചനം ഈ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടാൽ അത് നന്നായിട്ട് വളരും. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്, നല്ല നിലം ഒരുക്കി വച്ചിരിക്കുകയാണ്, നല്ല വിത്താണ് വിതച്ചത്. ഇതിനെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് പിശാചിനെ അറിയാം. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? ആ നല്ല നിലത്ത് അത് വളർന്നാൽ അത് മുരടിച്ചു പോകത്തക്ക രീതിയിൽ അതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ കഴിയാതെ അതിൻ്റെ വളർച്ചയെ മോശമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതൊരു പക്ഷേ പല പാപങ്ങളായിരിക്കാം, സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങളായിരിക്കാം, ആരുടെങ്കിലും പിണക്കമായിരിക്കാം, വൈരാഗ്യമായിരിക്കാം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, ശാഠ്യം, പിന്നെ അസൂയ, മദ്യപാനം, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പകയും പിണക്കമൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. അസൂയ ശരിയാണോ? അല്ല. വാശി ശരിയാണോ? അല്ല. കെറിയിച്ചിരിക്കുന്നത് ശരിയാണോ? അല്ല. പിണങ്ങിയിരിക്കാൻ കഴിയുമോ? ഒക്കത്തില്ല. ഇതെല്ലാം ദൈവം നമ്മെ പഠിപ്പിക്കുന്ന. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ വചനത്തിൻ്റെ ആ ആധാരപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. അത് കളകളാണ്. അത് വളരും. അത് വളരത്തില്ല നിങ്ങൾ വിചാരിക്കണ്ട, അത് വളരും. ഞാറിനോടുകൂടെ, നല്ല വിത്തിനോടുകൂടെ, നല്ല വിത്ത് വളരുന്ന നമ്മൾ ഞാറെന്ന് പറയുന്നത്, ഞാറ് പറിച്ച് നടാറുണ്ടല്ലോ, ആ ഞാറിനോടുകൂടെ കളയും ഒരുപോലെ ആരോഗ്യത്തോடு തന്നെ വളർന്നു വരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് വളരെയധികം നാം ജാഗരൂകരായിരിക്കണം. വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ ജീവിക്കാൻ. ശത്രുവിന് അങ്ങനെ ഒരു കള വിതയ്ക്കുവാൻ ഒരിക്കലും അവസരം കൊടുക്കരുത്. ശത്രുവിന് അങ്ങനെ വന്നൊരു പണി ചെയ്തിട്ട് പോകാൻ, ഒരു പണി പറ്റിച്ചിട്ട് പോകാൻ ഒരിക്കലും ഒരു അവസരം കൊടുക്കരുത്. രാത്രിയിലാണല്ലോ ഓം വന്നത്. നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഒരു രാത്രി ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ധകാരം ഉണ്ടാകരുത്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ, നമുക്ക് ഇരുട്ടിൻ്റെ ആയുധവർഗങ്ങളെ നമുക്ക് വെച്ച് കളയാം. നമുക്ക് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാം. അങ്ങനെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ശത്രുവിനെ കള വിതച്ചിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ആമേൻ. കള നമ്മുടെ നട്ട ഞാറ്, നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് വളർന്നു കഴിഞ്ഞ് ഏകദേശം ഒരു ഞാറിൻ്റെ പരുവമായി കഴിഞ്ഞ് പിന്നീട് ശത്രുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ വിതച്ചതിൻ്റെ ആ രാത്രി അല്ലെങ്കിൽ പിന്നീടുള്ള ചില രാത്രികൾ ഈ പരിപാടി ചെയ്യാൻ ശത്രു വളരെയധികം താല്പര്യത്തോടെ നോക്കിയിരിക്കുക. പ്രിയമുള്ളവരെ, നാം ഉറങ്ങുന്നവരാകരുത്. നമുക്ക് വളരെയധികം സൂക്ഷ്മതയോടെ നാളുകളിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുകയാണെങ്കിൽ കേൾക്കാം. ദൈവം അതിനായിട്ട് നമ്മെ ഒരുങ്ങട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക.
ആത്മീകമായ അലസതയും ഉറക്കവും മടിയും ആലസ്യവും ഒക്കെ നമ്മെ തളർത്തിക്കളയും. കർത്താവ് നാമുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റി ദൂരേക്ക് കൊണ്ടുപോകും. അതിനൊരിക്കലും നാം അനുവദിക്കരുത്. ഈ ഭൂമിയിൽ ജീവനോടെയും ഭക്തിയോടെയും ജീവിപ്പാൻ ആവശ്യമുള്ളതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ഉറങ്ങാതെ ഉണർന്നിരിപ്പാൻ, ജാഗരൂകരായിരിക്കാൻ, അലസതയോടെയല്ല വളരെ ഉത്സാഹത്തോടെ ആയിരിക്കാൻ ദൈവം ഇന്ന് ഈ വചനങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപയിൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. വീണ്ടും കാണുമ്പോഴേയും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് ഭദ്രമായിരിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.